ട്രെയിൻ എസ്കോർട്ടിംഗ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് ഞാൻ മാമാട്ടിനെ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി പറയാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ പീരീഡ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതായത് എപ്പോഴും ഒരു 5 ദിവസം മുന്നേ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ആകുന്നതിൽ നിന്ന് ഒരു തവണ മാറി വരുമ്പോഴേക്കും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവത്തില്ലേ? അതിന്റെ പേരിലാണ് കേട്ടോ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഛർദിച്ചതും പിന്നെ തലകറങ്ങിയതും അങ്ങനെയായിട്ടുള്ള ഒരു സിംറ്റംസും വന്നിട്ടല്ല ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കുട്ടീനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്ക് 23 വയസ്സായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്നിട്ടും ചോദിക്കുമായിരുന്നു എന്താ പ്രഗ്നന്റ് ആവാത്തതെന്നൊക്കെ. മാമാട്ടിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ സമയത്താണ് കേട്ടോ ഓഗസ്റ്റ് 15 ഡാൻസ് ഞാൻ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ഡാൻസ് കഴിഞ്ഞ് നേരെ റിലീവ് ആയിട്ട് വന്നിട്ട് ട്രെയിൻ എസ്കോർട്ടിങ്ങിന് കയറുമായിരുന്നു. ട്രെയിൻ എസ്കോർട്ടിന് വെച്ചിട്ട് ഒരു 7 ദിവസമൊക്കെ ആയപ്പോഴേക്കും എനിക്കൊട്ടും പറ്റാണ്ടായിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മൾ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല രീതിക്ക് പനിയാവുകയും നല്ല രീതിക്ക് ടയേർഡ് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പ്രഗ്നന്റ് ആണെന്ന് അറിയാതെ പനിക്ക് ഞാൻ ഡോളോ എടുക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും പറ്റാഞ്ഞിട്ട് എന്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന കുട്ടി അവള് പറഞ്ഞു കേട്ടോ എന്നോട് ട്രെയിനിൽ കിടന്നോളാനായിട്ട്. പക്ഷെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സാറ് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വയ്യാതായപ്പോഴേക്കും ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ട് ട്രെയിൻ എസ്കോർട്ടിംഗ് ഡ്യൂട്ടി ഇന്ന് റിലീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് കേട്ടോ എന്റെ കൂട്ടുകാർ വിളിക്കുന്നത്. തമ്മിൽ നല്ല കൂട്ടാണ് കേട്ടോ. അവർക്ക് ഓൾറെഡി 2 തവണ അബോർഷൻ ആയിരിക്കുന്നത് കൊണ്ട് കുട്ടിയുടെ കാര്യത്തിൽ എന്നോട് എപ്പോഴും അവള് പറയുമായിരുന്നു നീ അധികം വെച്ച് താമസിപ്പിക്കരുതെന്ന്. 5 ദിവസം മുന്നേ ആകാതായപ്പോഴേക്കും ഞാൻ എന്റെ കൂട്ടുകാരുടെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവള് എസ്കോർട്ടിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. നമ്മളൊരു കേന്ദ്രഭാഗത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോഴേക്കും ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യത്തില്ല, ഞാൻ അല്ലെന്ന് അവളോട് കട്ടായം പറഞ്ഞു. അപ്പോൾ അവൾ എന്ത് ചെയ്ത് അവളുടെ കയ്യിലുള്ള കിറ്റ്, ഞാൻ കിറ്റ് വാങ്ങിക്കത്തില്ലെന്ന് വിചാരിച്ച് അവളുടെ കയ്യിലുള്ള ടെസ്റ്റിംഗ് കിറ്റ് എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ട് എന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഫോൺ വിളിച്ച് അവൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഡേറ്റ് അവന് 2-3 ദിവസം കൂടിയില്ല എന്നിട്ടും ചെക്ക് ചെയ്യാന്നേ. പക്ഷെ ഇവള് സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. LMP 27-ാം തീയതിയായി ഞാൻ 25-ാം തീയതിയെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് കേട്ടോ പുതിയ വാവയുടെ കാര്യവും. LMP 28-ാം തീയതിയായിരുന്നു. ഞാൻ 25-ാം തീയതിയെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഛർദിലൊക്കെ തുടങ്ങിയത് 1 മാസം കഴിഞ്ഞിട്ടാണ്.